കഥയുടെ തുടക്കത്തിൽ തന്നെ പോണ്ടിച്ചേരി രാജാവിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന് താജ്മഹലൊക്കെ പോലെയുള്ള ഒരു വ്യത്യസ്തമായ കൊട്ടാരം പണിയണം എന്നാണ് ആഗ്രഹം. എന്നാൽ കല്ലുകൾ കൊണ്ടോ മാർബിളുകൾ കൊണ്ടോ ഒന്നുമല്ല പോണ്ടിച്ചേരി രാജാവിന് കൊട്ടാരം പണിയേണ്ടത്, ചോക്ലേറ്റ് കൊണ്ടാണ്. അത് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു ആൾക്ക് മാത്രമാണ്. അതാണ് വില്ലി വോങ്ക. ഇന്ത്യയിലേക്ക് വന്ന് തനിക്ക് ചോക്ലേറ്റ് കൊട്ടാരം നിർമ്മിച്ചു തരാൻ വേണ്ടി രാജാവ് വില്ലി വോങ്കക്ക് കത്തയച്ചു. രാജാവിന്റെ ഓഫർ വില്ലി വോങ്ക സ്വീകരിച്ചു. രാജാവിന്റെ ചോക്ലേറ്റ് കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. കൊട്ടാരം പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമന്റ്, കല്ല്, മതില്, സീലിംഗ് അങ്ങനെ എല്ലാം 100% പ്യുവർ ചോക്ലേറ്റ് ആണ്. കൊട്ടാരത്തിന്റെ അകത്തുള്ള കാർപ്പറ്റ്, ചിത്രങ്ങള്, ഫർണിച്ചർ അങ്ങനെ A to Z എല്ലാം ചോക്ലേറ്റ് തന്നെയാണ്. കൊട്ടാരം നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം രാജാവിന് ഒത്തിരി സന്തോഷമായി. എന്നാൽ എല്ലാവരും രാജാവിനോട് ഒരേ സ്വരത്തിൽ പറഞ്ഞത്, രാജാവേ, അങ്ങയുടെ ആഗ്രഹം സാധിച്ചല്ലോ, ഇനി ഈ കൊട്ടാരത്തിലെ ചോക്ലേറ്റ്സ് എല്ലാവരും കൂടി ഭക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കടുത്ത വേനൽക്കാലമാണ് ഈ വരാനായി പോകുന്നത്. ആ വേനൽക്കാലത്ത് ഈ കൊട്ടാരം മെൽട്ടായി പോകും. രാജാവ് എന്നാൽ ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കും എന്നായിരുന്നു രാജാവിന്റെ തീരുമാനം. എന്നാൽ എല്ലാവരും എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചത്. കടുത്ത വേനൽക്കാലം വന്നു. ആ കത്തുന്ന ചൂട്ടിൽ രാജാവ് വില്ലി വോങ്കയെ കൊണ്ട് നിർമ്മിച്ച ആ കൊട്ടാരം മുഴുവനായിട്ട് മെൽട്ടായി പോവുകയാണ്. രാജാവ് വീണ്ടും ഇതിനേക്കാൾ സ്ട്രോങ് ആയ മറ്റൊരു ചോക്ലേറ്റ് കൊട്ടാരം പണിയാൻ വേണ്ടി വില്ലി വോങ്കക്ക് വീണ്ടും കത്തയക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വില്ലി വോങ്ക രാജാവിന്റെ ഓഫർ സ്വീകരിച്ചിട്ടില്ല. കാരണം വില്ലി വോങ്ക അദ്ദേഹത്തിൻ്റെതായ വലിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നേരിടുന്നത്. അത് എന്താണ് എന്ന് അറിയണമെങ്കിൽ വില്ലി വോങ്ക ആരാണ്, അദ്ദേഹത്തിന്റെ തുടക്കം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ അറിയണം. ഡോക്ടർ വിൽബുർ വോങ്ക എന്ന ഒരു ഡെന്റിസ്റ്റിന്റെ ഒരേ ഒരു മകനാണ് വില്ലി വോങ്ക. വില്ലി വോങ്കക്ക് ചോക്ലേറ്റ്സ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അത് വെറുതെ കഴിക്കാൻ മാത്രമല്ല, അത് കഴിച്ച് അതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള കഴിവും ചെറുപ്പത്തിൽ തന്നെ വില്ലി വോങ്കക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഡെന്റിസ്റ്റായ അച്ഛൻ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. കുട്ടികൾ യാതൊരു കാരണവശാലും ചോക്ലേറ്റ്സും ഐസ്ക്രീംസും കഴിക്കാൻ പാടില്ല, അത് പല്ലിന് കേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ വില്ലി വോങ്കയെ ചോക്ലേറ്റ്സ് കഴിക്കുന്നതിൽ നിന്ന് കർശനമായി വിലക്കിയിട്ടുണ്ട്. അതേപോലെ പല്ലുകൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഒരു വികൃതമായ ബ്രേസസ് ആണ് അച്ഛൻ വില്ലി വോങ്കയെ കൊണ്ട് ധരിപ്പിച്ചിട്ടുള്ളത്. ആ ബ്രേസസ് ഉള്ളത് കാരണം വില്ലി വോങ്കക്ക് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കില്ല. വില്ലി വോങ്കക്ക് സമ്മാനമായി ലഭിക്കുന്ന ചോക്ലേറ്റ്സ് എല്ലാം തന്നെ അച്ഛൻ തീയിലിട്ട് കത്തിച്ചു കളയും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ വില്ലി വോങ്കക്ക് തന്റെ സ്വന്തം അച്ഛനോട് വെറുപ്പാണ്. അച്ഛൻ ചോക്ലേറ്റ്സ് കഴിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും അച്ഛൻ അറിയാതെ പല വ്യത്യസ്തമായ ചോക്ലേറ്റ്സ് വില്ലി വോങ്ക വാങ്ങിച്ചു കഴിക്കും. അതേപോലെ അതിന്റെ രുചിയെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചുമെല്ലാം വില്ലി വോങ്ക തന്റെ ഡയറിയിൽ എഴുതി വെക്കാറുമുണ്ട്. ഒരു ദിവസം വില്ലി വോങ്ക അച്ഛനോട് തന്റെ ആഗ്രഹം തുറന്നു പറയുകയാണ്. അച്ഛാ, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചോക്ലേറ്റ് മേക്കർ ആവണം. വില്ലി വോങ്കയുടെ ഈ ആഗ്രഹം കേട്ടപ്പോൾ അച്ഛന് നല്ല ദേഷ്യം വന്നു. എന്ത്, എന്റെ മകൻ ഒരു ചോക്ലേറ്റ് മേക്കർ ആവണമെന്നോ? നിനക്ക് ഒന്നെങ്കിൽ എന്നെ അനുസരിച്ച് ഈ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാം. ഇതിൽ നിന്ന് ഏതാണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. വില്ലി വോങ്ക അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അന്ന് ആ ദിവസം വില്ലി വോങ്ക അച്ഛന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. ഞാൻ സ്വന്തമായി ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറി നിർമ്മിച്ചെടുക്കും എന്ന് ഈ കൊച്ചുകുട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് വില്ലി വോങ്ക ചെറി സ്ട്രീറ്റിൽ സ്വന്തമായി ഒരു ചെറിയ ചോക്ലേറ്റ് സ്റ്റോർ ആരംഭിച്ചു. സ്റ്റോർ ചെറുതാണെങ്കിലും വില്ലി വോങ്കയുടെ ചോക്ലേറ്റ്സ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ലോകമെമ്പാടും വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിക്കാൻ ഈ സ്റ്റോറിലേക്ക് എത്താനായി തുടങ്ങി. അങ്ങനെ വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് വില്ലി വോങ്ക തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറി വില്ലി വോങ്ക സ്വന്തമാക്കി. ഒരുപാട് ആൾക്കാരാണ് ആ ഫാക്ടറിയിൽ വില്ലി വോങ്കയുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് എല്ലാ മാർക്കറ്റിൽ വമ്പൻ ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റു ചോക്ലേറ്റ് കമ്പനിക്കാർക്ക് വില്ലി വോങ്കയോട് ദേഷ്യവും
അസൂയും തോന്നുകയാണ്. എങ്ങനെയെങ്കിലും വില്ലി വോങ്കയുടെ സാമ്രാജ്യം ഇല്ലാതെയാക്കണം. ഇത് മാത്രമാണ് മറ്റുള്ള ചോക്ലേറ്റ് കമ്പനിക്കാരുടെ ലക്ഷ്യം. അതിനായി ശത്രുക്കൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ വില്ലി വോങ്കയുടെ ഫാക്ടറിയിലേക്ക് അവരുടെ ആൾക്കാരെ ജോലിക്കായി പറഞ്ഞു വിടുകയാണ്. അവര് വഴി വില്ലി വോങ്കയുടെ പല സീക്രട്ട് ചോക്ലേറ്റ് റെസിപ്പീസും അവര് ചോർത്തുകയാണ്. അങ്ങനെ വില്ലി വോങ്കയുടെ പേരിൽ മാത്രം ലഭിച്ച ചോക്ലേറ്റ്സ് ഇപ്പോൾ വ്യാജന്മാരും ഉണ്ടാക്കി വിൽക്കാൻ ആരംഭിച്ചു. ഇത് വില്ലി വോങ്കയുടെ ബിസിനസിന് വലിയ ഒരു തിരിച്ചടിയായിരുന്നു. തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ തന്നെയാണ് തന്റെ റെസിപ്പി ചോർത്തിയത് എന്ന് മനസ്സിലാക്കിയ വില്ലി വോങ്ക ഫാക്ടറിയിലെ മുഴുവൻ ജോലിക്കാരെയും പിരിച്ചുവിടുകയാണ്. അന്ന് അടച്ചുപൂട്ടിയ വില്ലി വോങ്കയുടെ ഫാക്ടറിയിലെ ഗേറ്റിലേക്ക് പുറത്തുനിന്ന് ഒരാൾ പോലും പ്രവേശിച്ചിട്ടില്ല. അതിനുശേഷം അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകത്തിന് അറിയത്തില്ല. എന്നാൽ വില്ലി വോങ്കയുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പോഴും ചോക്ലേറ്റ്സ് നിർമ്മിച്ച് വിപണിയിൽ വിൽപ്പനക്കായിട്ടും എത്തുന്നുണ്ട്. ഒരു ജോലിക്കാരുമില്ലാതെ എങ്ങനെയാണ് ഇത്രയും അധികം ചോക്ലേറ്റ്സ് ഈ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്നത്? ആരെങ്കിലും ആ ഫാക്ടറിയുടെ അകത്തേക്ക് പോകുന്നതോ പുറത്തേക്ക് വരുന്നതോ ആയിട്ട് ആരും തന്നെ ഇതുവരെ കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നാണ് ലോകമെമ്പാടും ചോദിക്കുന്നത്. ആർക്കും അറിയാത്ത ഒരു മിസ്റ്ററി തന്നെയാണ് അത്. അതേപോലെ ജോലിക്കാരെ പിരിച്ചുവിട്ടതിന് ശേഷം വില്ലി വോങ്കയെ ഇതുവരെ പുറം ലോകം കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ കഥ വില്ലി വോങ്കയെ കുറിച്ച് മാത്രമുള്ളതല്ല. വളരെയധികം പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഈ കുട്ടിയുടെ പേരാണ് ചാർലി. ചാർലി വില്ലി വോങ്കയുടെ വലിയ ഒരു ആരാധകനാണ്. വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാനും എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും ആ ഫാക്ടറി സന്ദർശിക്കണം എന്നൊക്കെയാണ് ചാർലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ചാർലിയുടെ മുത്തശ്ശനും പണ്ട് വില്ലി വോങ്കയുടെ ഫാക്ടറിയിലാണ് ജോലി ചെയ്തത്. അദ്ദേഹമാണ് വില്ലി വോങ്കയുടെ കഥകളെല്ലാം ചാർലിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചാർലിയുടെ അച്ഛൻ ഒരു ടൂത്ത് പേസ്റ്റ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ടൂത്ത് പേസ്റ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ അച്ഛൻ ദിവസവും കുറച്ച് ടൂത്ത് പേസ്റ്റിന്റെ ക്യാപ്പ് കയ്യിലെടുക്കാറുണ്ട്. തന്റെ മകന് വേണ്ടിയാണ് അദ്ദേഹം ഈ ക്യാപ്പ് ഒക്കെ എടുക്കുന്നത്. ആ ടൂത്ത് പേസ്റ്റ് ക്യാപ്പ് കൊണ്ട് ചാർലി വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറി നിർമ്മിച്ചതായിട്ടും കാണാം. ചാർലിയുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ നേരെ മുന്നിൽ കാണുന്നത് വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അതും നോക്കി ഇരുന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ ചാർലി ആ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എന്താണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് കിടക്കുകയാണ്. അടുത്ത ദിവസം ജനങ്ങൾ എല്ലാവരും കാണുന്നത് ഒരു പോസ്റ്റർ ആണ്. ആ പോസ്റ്റർ വെച്ചത് വേറെ ആരുമല്ല, വില്ലി വോങ്ക തന്നെയാണ്. അതിൽ പറയുന്നത്, ഈ വർഷം എന്റെ ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കാൻ 5 കുട്ടികൾക്ക് ഭാഗ്യമുണ്ട്. എന്റെ 5 വോങ്ക ചോക്ലേറ്റ് ബാർസിൽ മാത്രമാണ് ഈ ഗോൾഡൻ ടിക്കറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ആ ഗോൾഡൻ ടിക്കറ്റ്സ് കിട്ടുന്ന 5 കുട്ടികൾക്കായിരിക്കും ഈ ഭാഗ്യമുണ്ടാവുക. ഈ 5 പേരിൽ നിന്ന് ഒരാൾക്ക് വലിയ ഒരു സർപ്രൈസ് സമ്മാനവും ഉണ്ടാവുമെന്നും വില്ലി വോങ്ക പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. കുട്ടികൾ എല്ലാവരും ഈ ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ആവുന്നത് പോലെ മാക്സിമം വോങ്ക ചോക്ലേറ്റ് ബാർസ് വാങ്ങിച്ചു കൂട്ടുകയാണ്. ചാർലിക്കും നല്ല ആഗ്രഹമുണ്ട് ഒരു വോങ്ക ചോക്ലേറ്റ് വാങ്ങണമെന്ന്. എന്നാൽ ചോക്ലേറ്റ് വാങ്ങാനുള്ള കാശ് അവന്റെ കയ്യിലോ അവന്റെ കുടുംബത്തിന്റെ കയ്യിലോ ഇല്ല. എനിവേസ് 5 ഗോൾഡൻ ടിക്കറ്റിൽ നിന്നും ആദ്യത്തെ ഗോൾഡൻ ടിക്കറ്റ് ഒരു കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അവന്റെ പേര് ഓഗസ്റ്റസ് ഗ്ലൂപ്പ് എന്നാണ്. ചോക്ലേറ്റ് കൊതിയനായ ഓഗസ്റ്റസ് ദിവസവും ഒരുപാട് ചോക്ലേറ്റ്സ് ആണ് വാങ്ങിച്ചു കഴിക്കുന്നത്. അങ്ങനെയാണ് അവന് വാങ്ങിച്ച ഒരു വോങ്ക ചോക്ലേറ്റ് ബാറിൽ നിന്ന് ആദ്യത്തെ ഗോൾഡൻ ടിക്കറ്റ് അവന് ലഭിച്ചത്. അപ്പോൾ ഇത് വലിയ വാർത്തയായിട്ടുണ്ട്. രണ്ടാമത്തെ ഗോൾഡൻ ടിക്കറ്റ് ലഭിച്ചത് വെറൂക്ക സോൾട്ട് എന്ന ഈ പെൺകുട്ടിക്കാണ്. വലിയ ഒരു പണക്കാരന്റെ മകളാണ് വെറൂക്ക. അവൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് അവളുടെ മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി സാധിച്ചു കൊടുക്കും. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവളുടെ സ്വഭാവം മാറും. അതായത് വെറൂക്കയുടെ മാതാപിതാക്കൾ തന്നെ അവളെ വഷളാക്കിക്കൊണ്ടാണ് വളർത്തിയത്. എനിക്ക് ആ ഗോൾഡൻ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് വെറൂക്ക അച്ഛനോട് വാശി പിടിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് എന്തെന്ന് വെച്ചാൽ വലിയ തുക മുടക്കി ഒരുപാട് വോങ്ക ബാർസ് വാങ്ങിക്കുകയാണ്. അതെല്ലാം ഓപ്പൺ ചെയ്യാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ട് ഒരുപാട് ജോലിക്കാരെ വെച്ച് ആ വോങ്ക ബാർസ് ഒക്കെ ഓപ്പൺ ചെയ്യിപ്പിക്കുകയാണ് ഗോൾഡൻ ടിക്കറ്റ് കണ്ടെത്താൻ വേണ്ടി. പക്ഷെ ദിവസം ഒരുപാടായിട്ടും ഇതുവരെ ഗോൾഡൻ ടിക്കറ്റ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അച്ഛാ, എനിക്ക് ഗോൾഡൻ ടിക്കറ്റ് ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുമെന്നൊക്കെ ദേഷ്യത്തോടെ വെറൂക്ക അച്ഛനോട് പറയുകയാണ്. അങ്ങനെ ദിവസങ്ങളുടെ തിരച്ചിലിനൊടുവിൽ ഒരു ജോലിക്കാരിക്ക് വോങ്ക ബാർസിന്റെ അകത്തുനിന്ന് ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കുകയാണ്. പുള്ളിക്കാരി ആരും കാണാതെ ആ ഗോൾഡൻ ടിക്കറ്റ് സ്വന്തമാക്കാനായി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വെറൂക്കയുടെ അച്ഛൻ ആ
ജോലിക്കാരിയെ കൈയോടെ പിടികൂടി. അപ്പോൾ എങ്ങനെയാണ് വെറൂക്ക എന്ന പെൺകുട്ടിക്ക് വില്ലി വോങ്കയുടെ ഗോൾഡൻ ടിക്കറ്റ് ലഭിച്ചത്? ഇവിടെ നമ്മുടെ ചാർലിയുടെ മാതാപിതാക്കൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ ഓടി വന്നതായി കാണാം. ഇന്ന് ചാർലിയുടെ ബർത്ത്ഡേ ആണ്. അവര് ചാർലിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടാണ് വന്നത്. ചാർലി ആ സമ്മാനം തുറന്നു ആൻഡ് അത് വേറൊന്നുമല്ല, അത് വോങ്ക ബാറാണ്. ഇനി അതിൽ നിന്ന് ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ചാർലി ആ ചോക്ലേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ഫൈനലി ചാർലി വോങ്ക ബാർ ഓപ്പൺ ചെയ്തു. നിരാശയാണ് ഫലം. അതിന്റെ അകത്തുനിന്ന് ചാർലിക്ക് ഗോൾഡൻ ടിക്കറ്റ് ലഭിച്ചിട്ടില്ല. ചാർലി ആ വോങ്ക ബാർ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുമ്പോൾ മുത്തശ്ശൻ പറയാണ്, മോനെ ഇത് മോന്റെ ബർത്ത്ഡേ സമ്മാനമാണ്, അതുകൊണ്ട് മോൻ മാത്രം കഴിച്ചാൽ മതി. മുത്തശ്ശ, ഇത് എന്റെ ബർത്ത്ഡേ സമ്മാനമല്ലേ, ഇത് ആർക്കൊക്കെ നൽകണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതും പറഞ്ഞുകൊണ്ട് ആ പാവം കുട്ടി തനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന വോങ്ക ചോക്ലേറ്റ് തന്റെ മുഴുവൻ കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. മൂന്നാമത്തെ ഗോൾഡൻ ടിക്കറ്റ് ലഭിച്ചത് വയലറ്റ് എന്ന ഒരു പെൺകുട്ടിക്കാണ്. അവൾക്ക് ചൂയിങ് ഗംസ് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും അധികം സമയം ചൂയിങ് ഗം ചവച്ചതിനുള്ള വേൾഡ് റെക്കോർഡ് വരെ വയലറ്റിന് സ്വന്തമാണ്. നാലാമത്തെ ഗോൾഡൻ ടിക്കറ്റ് ലഭിച്ചത് മൈക്ക് എന്ന ഈ പയ്യനാണ്. മൈക്ക് വീഡിയോ ഗെയിംസിന് ഭയങ്കരമായി അഡിക്റ്റഡ് ആയ ഒരു കുട്ടിയാണ്. അവന്റെ ജീവിതം തന്നെ വീഡിയോ ഗെയിംസ് കളിക്കാൻ വേണ്ടിയാണ് അവൻ മാറ്റിവെച്ചത്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ 89% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. സോ ഇനി ബാക്കിയുള്ളത് ഒരൊറ്റ ഗോൾഡൻ ടിക്കറ്റ് മാത്രമാണ്. അത് ആർക്ക് കിട്ടുമെന്നാണ് ലോകമെമ്പാടും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. ഇവിടെ ചാർലിയുടെ അച്ഛൻ ജോലിക്ക് പോകാത്തത് കണ്ട് ചാർലി അച്ഛനോട്, അച്ഛൻ ഇന്ന് എന്താണ് ജോലിക്ക് പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മോനെ, അച്ഛന് ജോലിയിൽ നിന്ന് കുറച്ച് മാസത്തേക്ക് അവധി കിട്ടി. മോൻക്ക് സ്കൂളിൽ നിന്ന് അവധി കിട്ടാറില്ലേ, അതുപോലെ. പക്ഷെ സത്യം അതല്ല. ചാർലിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് പലരെയും അവര് പിരിച്ചുവിട്ടു. മനുഷ്യർക്ക് പകരം റോബോട്ട്സിന് ആ ജോലി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ചാർലിയുടെ അച്ഛന് ജോലി നഷ്ടമായതാണ്. ചാർലിയുടെ അച്ഛനെ അമ്മ സമാധാനിപ്പിക്കുന്നത് റൂമിൽ വെച്ച് ചാർലി കാണുകയാണ്. അപ്പോൾ ചാർലിക്ക് മനസ്സിലായി അച്ഛന് വെക്കേഷൻ കിട്ടിയതല്ല, ജോലി നഷ്ടമായതാണ് എന്ന്. ഇവിടെ ചാർലിയുടെ മുത്തശ്ശനാണെങ്കിൽ ചാർലിക്ക് കുറച്ച് കാശ് നൽകുകയാണ്. മോനെ, 5ാമത്തെ ഗോൾഡൻ ടിക്കറ്റ് ഇപ്പോഴും ആർക്കും കിട്ടിയിട്ടില്ല, അത് മോൻക്കുള്ളത് തന്നെയാണ് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് ഈ കാശ് കൊണ്ട് മോന് ഒരു വോങ്ക ബാർ കൂടി വാങ്ങണം. ഈ പ്രാവശ്യം ഭാഗ്യം എന്തായാലും മോന്റെ കൂടെ ഉണ്ടാവും. മുത്തശ്ശൻ നൽകിയ കാശുമായി ചാർലി ഒരു വോങ്ക ബാർ വാങ്ങിച്ചിട്ട് വന്നു. എന്നിട്ട് മുത്തശ്ശന്റെ അടുത്തിരുന്ന് കൊണ്ട് തന്നെ ചാർലി ആ വോങ്ക ബാർ ഓപ്പൺ ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോഴും ഫലം നിരാശ തന്നെയാണ്. അതായത് ഈ ചോക്ലേറ്റ് ബാറിൽ നിന്നും ചാർലിക്ക് ഗോൾഡൻ ടിക്കറ്റ് ലഭിച്ചിട്ടില്ല. അങ്ങനെ ചാർലി സങ്കടത്തോടെ പുറത്തുനിന്ന് നടക്കുമ്പോൾ അവന് നിലത്തുനിന്ന് ആരുടെയോ കളഞ്ഞുപോയ $5 കിട്ടുകയാണ്. ചാർലി അങ്ങനെ ആ $5 കൊണ്ട് വീണ്ടും തന്റെ ഭാഗ്യം പരീക്ഷിക്കാനായി തീരുമാനിച്ചു. തൊട്ടടുത്തുള്ള സ്റ്റോറിലേക്ക് ഓടിച്ചെന്ന് ആ കാശ് കൊണ്ട് ഒരു വോങ്ക ചോക്ലേറ്റ് ബാർ ചാർലി വാങ്ങിച്ചു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ചാർലി അത് ഓപ്പൺ ചെയ്തു. ആൻഡ് ഇപ്രാവശ്യം ഭാഗ്യം ചാർലിയുടെ കൂടെയാണ്. അതെ, 5ാമത്തെ ഗോൾഡൻ ടിക്കറ്റ് നമ്മുടെ ചാർലിക്ക് ലഭിക്കുകയാണ്. ആ സ്റ്റോറിന്റെ മുതലാളിയും അവിടുത്തെ കസ്റ്റമേഴ്സും എല്ലാവരും ചാർലിക്ക് ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയത് കണ്ടു. അപ്പോൾ തന്നെ ഒരാള് ചാർലിയുടെ അടുത്ത് വന്ന് പറയാണ്, മോനെ, ഈ ഗോൾഡൻ ടിക്കറ്റ് മാമന് തന്നാല് മാമൻ മോനിക്ക് $50 ഒരു സൈക്കിളും വാങ്ങിച്ചു തരാം. അപ്പോൾ തന്നെ വേറൊരു സ്ത്രീ വന്നിട്ട് പറയാണ്, മോനെ, ഈ ടിക്കറ്റ് ചേച്ചിക്ക് തന്നാല് ചേച്ചി മോനിക്ക് $500 തരാം. അപ്പോൾ സ്റ്റോറിന്റെ മുതലാളി ചാർലിയോട് പറയാണ്, മോനെ, മോൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോ, ഈ ടിക്കറ്റ് ആര് ചോദിച്ചാലും മോന് കൊടുക്കാൻ നിൽക്കരുത്, ഇത് മോൻക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ ചാർലി പെട്ടെന്ന് സന്തോഷത്തോടെ ആ ടിക്കറ്റുമായി വീട്ടിലേക്ക് ഓടിച്ചെന്ന് എല്ലാവരോടും ഈ സന്തോഷ വാർത്ത പറയുകയാണ്. ഇതറിഞ്ഞ കാലിന് വയ്യാതെ കിടപ്പിലായ മുത്തശ്ശന് ബെഡിൽ നിന്ന് ചാടിയിറങ്ങി ഡാൻസ് കളിക്കുകയാണ്. ചാർലിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും അത്രത്തോളം സന്തോഷമായി. സോ ഈ ഗോൾഡൻ ടിക്കറ്റിന്റെ ബാക്ക് സൈഡിൽ എല്ലാ റൂൾസും എഴുതിയിട്ടുണ്ട്. ഈ ഗോൾഡൻ ടിക്കറ്റ് ലഭിച്ച 5 കുട്ടികൾക്ക് ഒരു ദിവസം മുഴുവൻ
മുഴുവനും വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കാം. അതേപോലെ കുട്ടിയുടെ കൂടെ ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് കൂടി ഒപ്പം വരാം. 5 കുട്ടികൾക്കും ഒരു ട്രക്ക് നിറയെ ചോക്ലേറ്റ് സമ്മാനമായി ലഭിക്കും. അതേപോലെ 5 കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിക്ക് മാത്രം ഏറ്റവും വലിയ സമ്മാനവും ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് ഫാക്ടറിയിൽ എത്താനായിട്ടാണ് വില്ലി വോങ്ക ടിക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ചാർലിയുടെ കൂടെ പോകുന്നത് ചാർലിയുടെ മുത്തശ്ശനായിരിക്കും. എന്നാൽ ഇവിടെ ചാർലി അവരോട് പറയാണ് ഞാൻ അതിന് പോകുന്നില്ല എന്ന്. എന്തിട്ടാണെന്ന് അവര് ചോദിച്ചപ്പോൾ ചാർലി പറയാണ് ഈ വീട്ടിലെ അവസ്ഥ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അച്ഛന് വെക്കേഷൻ ലഭിച്ചതല്ല, ജോലി നഷ്ടമായതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഈ ടിക്കറ്റിന് വേണ്ടി ഒരു സ്ത്രീ $500 വരെ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയ തുക നൽകാൻ തയ്യാറാവുന്ന വേറെയും ആൾക്കാരുണ്ടാവും. ഈ ടിക്കറ്റ് നമ്മൾക്ക് വിൽക്കാം. എനിക്ക് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമായിരിക്കുമെന്നും ചാർലി പറയുകയാണ്. അപ്പോൾ ചാർലിയുടെ മുത്തശ്ശൻ പറയാണ് മോനെ, പണം സമ്പാദിക്കാൻ ആരെ കൊണ്ടും പറ്റും. എന്നാൽ ലോകത്തിൽ വെറും 5 പേർക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇത്. ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന പണത്തിന് വേണ്ടി ഈ ഭാഗ്യം മോൻ ഉപേക്ഷിക്കാൻ പാടില്ല. കാശ് കൊടുത്ത് ആര് ഈ ടിക്കറ്റ് വാങ്ങിച്ചാലും അവർക്ക് ഇത് പ്രയോജനം ചെയ്യില്ല. ഈ ടിക്കറ്റിന് ഒരേ ഒരു അവകാശി മാത്രമേ ഉള്ളൂ, അത് മോൻ മാത്രമാണ്. അങ്ങനെ അടുത്ത ദിവസം ഇന്ന് ഈ 5 കുട്ടികളും വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ പുറത്ത് എത്തിയതായി കാണാം. ടോട്ടൽ 10 പേരാണ് ഇന്ന് വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കാനായി പോകുന്നത്. അവര് പോകുന്നത് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ഫൈനലി വർഷങ്ങൾക്ക് ശേഷം വോങ്ക ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഗേറ്റ് തുറന്ന് അതുവഴി 10 പേര് അകത്തേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്. അവര് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞിട്ടുമുണ്ട്. വില്ലി വോങ്ക അവരെ 10 പേരെയും തന്റെ ഫാക്ടറിയുടെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. അകത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ വിശാലമായ ഒരു സ്ഥലം കാണാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെയില്ല. എന്നാൽ ഒരു മുറിയിലേക്ക് പ്രവേശിക്കാനുള്ള വളരെ ചെറിയ ഡോർ അവിടെയുണ്ട്. ആ ഡോറാണ് വില്ലി വോങ്ക ഇപ്പോൾ തുറക്കുന്നത്. അത് തുറന്നപ്പോൾ അവർ കാണുന്നത് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ആൻഡ് ഇതാണ് ചോക്ലേറ്റ് റിവർ. ഈ നദിയിലെ ഒഴുകുന്നത് 100% പ്യുവർ ചോക്ലേറ്റ് ആണ്. ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ചോക്ലേറ്റ് ആണ് ഈ നദിയിലുള്ളത്. അവിടെ വലിയ ഒരു പൈപ്പ് കാണാം. ഈ പൈപ്പാണ് നദിയിലെ ചോക്ലേറ്റ് വലിച്ചു പുറത്തെടുത്ത് ചോക്ലേറ്റ് ബാർസ് ഉണ്ടാക്കാനായി കൊണ്ടുപോകുന്നത്. ഇനി ഈ സ്ഥലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഭക്ഷിക്കാവുന്നതാണ്. അതായത് അവര് നിൽക്കുന്ന പുല്ല് പോലും അവർക്ക് ഭക്ഷിക്കാം. കാരണം അത് യഥാർത്ഥ പുല്ലല്ല, അതൊക്കെ ചോക്ലേറ്റ്സും കാൻഡീസുമാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വില്ലി വോങ്ക അവരോട് പറഞ്ഞപ്പോൾ അവര് 10 പേരും അവരവരുടെ വഴിക്ക് പോവുകയാണ്. എല്ലാവരും ആക്രാന്തത്തോടെ അവിടെയുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വലിച്ചു വാരി കഴിക്കുമ്പോൾ നമ്മുടെ ചാർലി മാത്രമാണ് ഈ സ്ഥലത്തെ സൗന്ദര്യം ആസ്വദിക്കുന്നത്. ഇനി ഇവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ചെറിയ മനുഷ്യരെ കാണാം. ഇവരെ എല്ലാവരും കാണാൻ ഒരേപോലെയാണ്. അപ്പോൾ ഇവരുടെ പേരാണ് ഊംപ ലൂംപാസ്. ഈ ഊംപ ലൂംപാസ് ആണ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ ഊംപ ലൂംപ മനുഷ്യര് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഒരിക്കൽ ലൂംപ ലാൻഡ് എന്ന കാട്ടില് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പുതിയ ഇൻഗ്രീഡിയൻസ് തേടി വില്ലി വോങ്ക ചെന്നതാണ്. എന്നാൽ അവിടെ വെച്ചാണ് ചാവാനായി കിടക്കുന്ന ഈ ഊംപ ലൂംപാസിനെ വില്ലി വോങ്ക കണ്ടെത്തിയത്. അവര് കോക്കോ ബീൻസ് കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവരുമായി വില്ലി വോങ്ക ഒരു ഡീല് നടത്തി. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള കോക്കോ ബീൻസ് ഞാൻ തരാം. എന്നാൽ അതിന് പകരമായി നിങ്ങൾ എന്റെ കൂടെ ജോലി ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഈ ഊംപ ലൂംപാസ് വില്ലി വോങ്കയുടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചത്. എനിവേസ് ഇവിടെ ഏറ്റവും ആക്രാന്തമുള്ള കുട്ടി ഓഗസ്റ്റസ് ആണ്. അവൻ ചോക്ലേറ്റ് നദിയിൽ കൈയിട്ട് ചോക്ലേറ്റ് കുടിക്കുന്ന സമയം വില്ലി വോങ്ക ചോക്ലേറ്റ് നദിയിൽ കൈയിടാൻ പാടില്ല എന്ന് അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവൻ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഓഗസ്റ്റസ് ആ ചോക്ലേറ്റ് നദിയിലേക്ക് വീണു പോവുകയാണ്. ചോക്ലേറ്റിൽ വീണ ഓഗസ്റ്റസ് മുങ്ങാനായി ആരംഭിച്ചു. അവന്റെ അമ്മ വില്ലി വോങ്കയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മകനെ രക്ഷിക്കൂ എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ
ചോക്ലേറ്റ് നദിയിലേക്ക് വീണ ഓഗസ്റ്റസിനെ അവിടെയുള്ള പൈപ്പ് വലിച്ചു പുറത്തെടുക്കുകയാണ്. അനുസരണ ഇല്ലാത്തത് കാരണം വില്ലി വോങ്ക ഓഗസ്റ്റസിനെയും അവന്റെ അമ്മയെയും ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ബാക്കിയുള്ള 8 പേരെ മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കാനായി ചോക്ലേറ്റ് നദിയിലേക്കൂടി ഒരു ബോട്ട് വന്നതായി കാണാം. ആ ബോട്ട് ഓടിക്കുന്നത് ഒരുപാട് ഊംപാ ലൂംപാസ് തന്നെയാണ്. ആ ബോട്ട് തുഴഞ്ഞ് അവര് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇൻവെന്റിംഗ് റൂമിലേക്കാണ്. ഈ റൂമിൽ വെച്ചാണ് പല വ്യത്യസ്ത ചോക്ലേറ്റ്സിനുള്ള പരീക്ഷണങ്ങൾ വില്ലി വോങ്ക നടത്തുന്നത്. വില്ലി വോങ്ക അവരോട് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൂം സ്വന്തമായി എക്സ്പ്ലോർ ചെയ്യാം, എന്നാൽ യാതൊരു കാരണവശാലും ഒന്നിലും കയറി തൊടാൻ നിൽക്കരുത്. അതേപോലെ എന്റെ നിർദ്ദേശമില്ലാതെ ഇവിടുന്ന് നിങ്ങൾ ഒന്നും കഴിക്കാനും പാടില്ല. സോ ഇൻവെന്റിംഗ് റൂമിൽ നിന്ന് വില്ലി വോങ്ക പുതുതായി ഉണ്ടാക്കിയെടുത്ത ചൂയിംഗമാണ് ഇത്. ഈ ചൂയിംഗമിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ചൂയിംഗം ചവക്കുമ്പോൾ ഓരോ തവണയും വ്യത്യസ്ത ഫ്ലേവേഴ്സ് ആയിരിക്കും. അതേപോലെ ഈ ഒരൊറ്റ ചൂയിംഗം ചവച്ചാൽ മതി വയറ് നിറയാൻ. അതേപോലെ എത്രത്തോളം ചവക്കുന്നുവോ അത്രത്തോളം ഭക്ഷണമായിരിക്കും ശരീരത്തിൽ കയറുക. അതുകൊണ്ട് ഒരാൾ അധിക നേരം യാതൊരു കാരണവശാലും ഈ ചൂയിംഗം ചവക്കാൻ പാടില്ല. അപ്പോൾ ഇത് കേട്ട ചൂയിംഗം ചവച്ച് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ വയലറ്റ് ഓവർ കോൺഫിഡൻസ് കയറി ഈ ചൂയിംഗം ചവക്കാനായി ആരംഭിച്ചു. അവള് ചവക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വില്ലി വോങ്ക അത് പുറത്തേക്ക് തുപ്പാനായി പറയുന്നുമുണ്ട്. എന്നാൽ വില്ലി വോങ്ക പറയുന്നത് അനുസരിക്കാതെ വയലറ്റ് ചൂയിംഗം ചവച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അവളുടെ മൂക്കിന്റെ നിറം മാറുന്നതായി കാണാം. ആദ്യം മൂക്കിന്റെ നിറം മാത്രമാണ് വയലറ്റ് നിറമായത്. അതിനുശേഷം അവളുടെ കവിളും മുഖവും ശരീരം ഒട്ടാകെ വയലറ്റ് നിറമായി മാറുകയാണ്. വയലറ്റ് എന്ന പെൺകുട്ടി മുഴുവനായിട്ടും വയലറ്റ് നിറത്തിലായി മാറി അവള് ബലൂൺ പോലെ വീർത്തു വന്നിട്ടുമുണ്ട്. സോ റൂൾസ് ലംഘിച്ച വയലറ്റും അവളുടെ അമ്മയും ഇപ്പോൾ പുറത്താവുകയാണ്. വയലറ്റിന്റെ ശരീരത്തിൽ നിന്ന് ഊംപാ ലൂംപാസ് ഈ ലിക്വിഡ് എല്ലാം സ്ക്വീസ് ചെയ്ത് പുറത്തെടുക്കുന്നതുമായിരിക്കും. അടുത്തത് അവര് പോയത് നട്ട് സോർട്ടിംഗ് റൂമിലേക്കാണ്. അപ്പോൾ അവിടെ നട്ട്സ് സോർട്ട് ചെയ്യുന്നത് ഊംപാ ലൂംപാസ് ഒന്നുമല്ല, സ്ക്വിറൽസ് ആണ്. ഈ അണ്ണാനുകളൊക്കെ വളരെയധികം ബുദ്ധിശാലികളും വെൽ ട്രെയിൻഡുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു അണ്ണാനെ തനിക്ക് വേണമെന്ന് വെറൂക്ക വാശി പിടിക്കുകയാണ്. അപ്പോൾ തന്നെ വെറൂക്കയുടെ അച്ഛന് ഇതിൽ നിന്ന് ഒരു അണ്ണാന് എന്താണ് വില എന്ന് വില്ലി വോങ്കയോട് ചോദിച്ചു. ഇതൊക്കെ എന്റെ അണ്ണാനുകളാണ്, ഇവർ വിൽപ്പനക്കുള്ളതല്ല എന്ന് വില്ലി വോങ്ക മറുപടി നൽകി. അപ്പോൾ ദേഷ്യം പിടിച്ച വെറൂക്ക അവിടെ ചാടി ചെന്ന് ഒരു അണ്ണാനെ പിടിക്കാനായി പോവുകയാണ്. എന്നാൽ ഈ അണ്ണാനുകളെല്ലാം സാധാരണ അണ്ണാനുകളെ പോലെയല്ല, വളരെയധികം ശക്തരാണ്. അവരെല്ലാവരും കൂട്ടം ചേർന്ന് വെറൂക്കയെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചു. അവസാനം അവരെല്ലാവരും കൂടി വെറൂക്കയെ അവിടെയുള്ള ഹോളിലേക്ക് ഇടുകയാണ്. അങ്ങനെ വെറൂക്കയും അവളുടെ അച്ഛനും ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്താവുകയാണ്. അടുത്തതായി അവർ പോയത് ടെലിവിഷൻ റൂമിലേക്കാണ്. ഇവിടെ വില്ലി വോങ്ക ടെലിവിഷൻ ചോക്ലേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്താണ് എന്ന് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ വില്ലി വോങ്ക തന്നെ അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ വലിയ ഒരു വോങ്ക ബാർ വെച്ചിട്ടുണ്ട്. അത് ഇനി ടിവിയുടെ അകത്തേക്ക് എത്തിപ്പെടും. ടിവി കാണുന്ന ആർക്ക് വേണമെങ്കിലും അത് എടുക്കാനായി സാധിക്കും. ഇതാണ് വില്ലി വോങ്കയുടെ ടെലിവിഷൻ ചോക്ലേറ്റ്. അപ്പോൾ ടിവി ചാനലിന്റെ അകത്തുള്ള ചോക്ലേറ്റ് എടുക്കാനായി വില്ലി വോങ്ക മൈക്കിനോട് പറഞ്ഞപ്പോൾ അവൻ അത് എടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത് വെറും ഒരു മണ്ടത്തരമാണ് എന്നാണ് മൈക്ക് പറഞ്ഞത്. എന്നാൽ ചാർലിയോട് പറഞ്ഞപ്പോൾ അവൻ ടിവിയുടെ അകത്തേക്ക് കൈ ഇട്ടുകൊണ്ട് ആ ചോക്ലേറ്റ് പുറത്തെടുക്കുകയാണ്. അപ്പോൾ മൈക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയാണ്, ഇതൊക്കെ വെറും ഉടായ്പാണ്, യഥാർത്ഥ ലോകത്ത് ഇങ്ങനെയൊന്നും നടക്കില്ല. ചോക്ലേറ്റിന് പകരം ഞാൻ ടിവിയുടെ അകത്ത് എത്തുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് മൈക്ക് ആ മെഷീന്റെ അകത്ത് കയറി നിൽക്കുകയാണ്. വില്ലി വോങ്ക പറയുന്നത് അനുസരിക്കാതെയാണ് മൈക്ക് അതിന്റെ അകത്ത് കയറി നിന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ സംഭവിച്ചത് വേറൊന്നുമല്ല, മൈക്ക് അപ്രത്യക്ഷമായി. ടിവിയുടെ അകത്തും മൈക്കിനെ കാണുന്നില്ല. അപ്പോൾ വില്ലി വോങ്ക അവിടെ ഇരിക്കുന്ന ഊംപാ ലൂംപാസിനോട് ചാനല് മാറ്റാനായി പറയുകയാണ്. അപ്പോൾ ഒരു ന്യൂസ് ചാനലിന്റെ ഡെസ്കിൽ മൈക്ക് വളരെ ചെറുതായിട്ട് നിൽക്കുന്നത് കാണാം. അവന്റെ അച്ഛനോട് അവനെ എടുക്കാനായി വില്ലി വോങ്ക പറഞ്ഞു. അപ്പോൾ മൈക്ക് ഇപ്പോൾ വളരെയധികം ചെറിയ മനുഷ്യനായി മാറിയതായി കാണാം. അങ്ങനെ മൈക്കും അച്ഛനും ഫാക്ടറിയിൽ നിന്ന് പുറത്താവുകയാണ്. ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് നമ്മുടെ ചാർലിയും അവന്റെ മുത്തശ്ശനും മാത്രമാണ്. അതായത് വിന്നർ നമ്മുടെ ചാർലിയാണ്. ചാർലി കാത്തിരിക്കുന്നത് വില്ലി വോങ്കയുടെ വലിയ ഒരു സർപ്രൈസ് സമ്മാനമാണ്. ചാർലിയും മുത്തശ്ശനും വില്ലി വോങ്കയും ചാർലിയുടെ വീട്ടിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇവരുടെ മുന്നിൽ വെച്ചായിരിക്കും വില്ലി വോങ്ക ആ സമ്മാനം എന്താണ് എന്ന് പറയുക. ആ സമ്മാനം വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ആ ലോകത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറി തന്നെയാണ്. ഒരു ദിവസം ഊംബ ലൂംബാസ് വില്ലി വോങ്കയുടെ മുടി വെട്ടുമ്പോൾ വില്ലി വോങ്ക അദ്ദേഹത്തിന്റെ വെളുത്ത മുടി കാണുകയാണ്. അദ്ദേഹത്തിന് വയസ്സാവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കാലശേഷം ഈ ഫാക്ടറി നടത്താൻ ആരും തന്നെ ഇല്ല. അതിനായി ചോക്ലേറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തണം. അത് മാത്രമായിരുന്നു വില്ലി വോങ്കയുടെ ഉദ്ദേശം. അങ്ങനെ ഫൈനലി അദ്ദേഹം കണ്ടെത്തിയ ആളാണ് നമ്മുടെ ചാർലി. പക്ഷേ ഇവിടെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഒരിക്കൽ ആ ഫാക്ടറി ചാർലിക്ക് സ്വന്തമായാലും പിന്നെ ഒരിക്കലും അവന് അവന്റെ ഫാമിലിയെ കാണാനായി പറ്റില്ല. അത് കേട്ടപ്പോൾ ചാർലി അപ്പോൾ തന്നെ വില്ലി വോങ്കയുടെ ഓഫർ നിഷേധിച്ചു. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറിയേക്കാൾ വലുത് എന്റെ കുടുംബമാണ് എന്നായിരുന്നു ചാർലിയുടെ മറുപടി. ഈ മറുപടി കേട്ടപ്പോൾ വില്ലി വോങ്ക അത്ഭുതപ്പെട്ടു. കോടിക്കണക്കിന് വിലയുള്ള സ്വത്താണ് ചാർലി കുടുംബത്തിന് വേണ്ടി നിഷേധിച്ചത്. ചാർലിയും വില്ലി വോങ്കയും പിന്നീട് സംസാരിക്കുമ്പോൾ ചാർലി വില്ലി വോങ്കയോട് പറയാണ്, എനിക്കറിയാം താങ്കൾക്ക് അച്ഛനുണ്ട് എന്നും അച്ഛനെ താങ്കൾ കണ്ടിട്ട് വർഷങ്ങൾ ഒരുപാടായി എന്നും. ഞാൻ വേണമെങ്കിൽ താങ്കളുടെ കൂടെ അച്ഛനെ കാണാനായി വരാം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വില്ലി വോങ്ക അദ്ദേഹത്തിന്റെ അച്ഛനെ കാണാനായി ചെല്ലുകയാണ്. അച്ഛന്റെ വീട്ടിലെ ചുമരിൽ മുഴുവനും വില്ലി വോങ്ക നേടിയ അച്ചീവ്മെന്റ്സിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് മാത്രമാണ്. അതായത് അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന്റെ മകനെ ഇഷ്ടമാണ്. ഫൈനലി വില്ലി വോങ്കയും അച്ഛനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണ്. ഇനി നമ്മുടെ ചാർലി ആണെങ്കിൽ വില്ലി വോങ്കയുടെ ഓഫർ സ്വീകരിച്ചു. എന്നാൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് ചാർലി വെച്ചത്. അവന് ദിവസവും അവന്റെ കുടുംബത്തെ കാണണമെന്ന്. കാരണം കുടുംബമാണ് ഏറ്റവും വലിയ സ്വത്ത്. അതേപോലെ ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് നമ്മുടെ വില്ലി വോങ്കയും. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.